24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പ്രേക്ഷക സമ്മേളനത്തിന്റെ ഭാഗമായി 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും സമ്പൂർണ്ണ A+ നേടിയ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇപ്പോൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ സംസാരിക്കുകയാണ്. അതിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് നടന്നാൽ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ 24 കണക്ട് എന്ന് പറയുന്ന പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്. 5 കൊല്ലം കൊണ്ട് 1 കോടി ആളുകൾ ഇതിൽ അംഗങ്ങളാകുകയും വേറെ പറഞ്ഞാൽ കേരളത്തിലെ 1 കോടി ഭവനങ്ങളിൽ 24 കണക്റ്റിൻ്റെ ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ജില്ലയിൽ പോയാലും പരസ്പരം സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ജീവിതത്തിൽ നമുക്ക് ആരുമില്ല എന്ന് തോന്നുന്നതാണ് ഏറ്റവും ദുസ്സഹമായ അനുഭവം. എന്നാൽ നമുക്കെല്ലാവരുമുണ്ട്, ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെയാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഈ 24 കണക്റ്റിൻ്റെ പരമമായ ലക്ഷ്യം. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപിക്കുകയാണ് കുട്ടികൾക്കിടയിലൊക്കെ തന്നെ. അപ്പോൾ മയക്കുമരുന്ന് വലിയ മാഫിയ സംഘങ്ങളാണ് ഈ മയക്കുമരുന്നുമായിട്ടൊക്കെ നടക്കുന്നത്. കുട്ടികളെപ്പോലും ഉപയോഗിച്ച് അവർ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് പള്ളിക്കൂട വരാന്തയിലും അതുപോലെ കോളേജിൻ്റെയൊക്കെ വരാന്തയിൽ. ഈ മാഫിയ സംഘങ്ങളുടെ കട നമ്മൾ അറുത്ത് വീഴ്ത്തും. ഈ 1 കോടി ജനങ്ങളുടെ ശക്തി കൊണ്ട് നമ്മൾ ഈ മുഴുവൻ ആളുകളെയും തുടച്ചു മാറ്റും. പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം നമ്മളോടൊപ്പം ഒന്നിച്ചണിചേർന്ന് ഈ ആളുകൾ നമ്മുടെ തലമുറയുടെ തലച്ചോറിനെ നശിപ്പിച്ച് കളയുന്ന ഈ മയക്കുമരുന്നുമായി നമ്മുടെ നാട്ടിൽ ചുറ്റിക്കറങ്ങുന്ന ആളുകളെ മുഴുവൻ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയോ അതല്ലെങ്കിൽ ഇരുമ്പഴികൾക്കുള്ളിലാക്കുകയോ ചെയ്യാനുള്ള ദൃഢപ്രതിജ്ഞ എടുത്തായിരിക്കും 24 കണക്കിലെ ഈ 1 കോടി ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊരു മലയാളികളുടെ 3-3.5 കോടി മലയാളികളുടെ വീടുകളിലെല്ലാം 24 കണക്ട് ഉണ്ടാകും. നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളെ അണിചേർക്കാനും നിങ്ങൾക്ക് കണ്ണീരുണ്ടാകുമ്പോൾ അത് ഒപ്പാനും നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുമൊക്കെ വലിയൊരു സംഘം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് 24 കണക്ട് നൽകുന്ന സന്ദേശം. നിങ്ങൾക്കറിയുന്ന പോലെ ഈ സർട്ടിഫിക്കറ്റ്സിലൊക്കെ തന്നെ നമ്മൾ പേരെഴുതിയിട്ടില്ല. കാര്യം പേരുകൂടെ നിന്നാൽ ഇവിടെ താമസിക്കുക. അപ്പം നിങ്ങൾ നല്ല കൈയക്ഷരമുള്ളവരെ കൊണ്ട് തെറ്റുകൂടാതെ സ്പെല്ലിങ്ങൊക്കെ കൃത്യമായി ചേർത്ത് നിങ്ങളത് എഴുതി വെച്ചേക്കണം. കാര്യം ഇത് ഒരു സ്മാരകം പോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണിത്. നിങ്ങൾ SLCക്ക് ഫുൾ A+ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റും ഈ എല്ലാം നിങ്ങൾ ഇന്നിവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എന്തോ കഴിക്കാനുള്ള സംഭവം തന്നിട്ടുള്ളൂ, അത് മാത്രം കഴിച്ചു തീർക്കുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വീട്ടിൽ വല്ല ഭദ്രമായിട്ട് അലമാരയിൽ സൂക്ഷിച്ച് വയ്ക്കുക. കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ ജോലിയൊക്കെ കിട്ടി ജില്ലാ കളക്ടറായിട്ട് കൊടിവെച്ച കാറിലൊക്കെ പറക്കുകയോ വല്ല ISROയുടെ എഞ്ചിനീയറായി മാറുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വലിയ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനികളിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ജോലിയായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മൾ പൊടി തട്ടി സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു നോക്കുമ്പോൾ അന്ന് തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ പോയി ഞാനൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അത് വളരെ സന്തോഷകരമായൊരു നിമിഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങി നമ്മുടെ സ്നേഹവാത്സല്യങ്ങൾ പങ്കിടുകയൊക്കെ ചെയ്ത എല്ലാ കുട്ടികൾക്കും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പേരിൽ ആശംസകൾ രേഖപ്പെടുത്തുന്നു. ഇതിനപ്പുറം ഈ ലോകത്തെമ്പാടും ഈ മലയാളികൾ ഈ പരിപാടി തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ പരിപാടി നമ്മൾ ലൈവായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കും. അതും നമ്മൾ 24ൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇത് കൂടാതെ ഈ പരിപാടിയുടെ സംക്ഷിപ്ത രൂപം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും ഒക്കെ അത് എഡിറ്റ് ചെയ്ത് സംക്ഷിപ്തമാക്കിയിട്ട് നമ്മൾ അടുത്ത ബുധനാഴ്ച രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ 24ൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൽ കാണാൻ കഴിയില്ല. അതും ഒരു അപൂർവതയാണ്. ഈ 24ൽ ഈ നടക്കുന്ന ഈ പരിപാടി 24 കണക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഈ അവാർഡ് ഈ പുരസ്കാര ദാനം ഇത് നമ്മൾ അതുപോലെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രേക്ഷക സമ്മേളനവും നമ്മൾ ബുധനാഴ്ച രാത്രി 9 മണി മുതൽ അത് അവസാനിക്കുന്നവരെ പ്രേക്ഷകരിലെത്തിക്കുക. നിങ്ങൾ ഉറക്കം വന്നാലും ഉറങ്ങരുത്. കാരണം നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ മണ്ണിൽ നടക്കുന്ന പരിപാടിയാണ് ഇത്. അപ്പോൾ അതുപോലെ നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ പേരൊക്കെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ഒരു തവണ നമുക്ക് കിട്ടും. അതുകൊണ്ട് പേരുകൾ എഴുതുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങളുടെ രക്ഷകർത്താക്കളോടും പേരൻസിനോടും പറയാനുള്ളത്, എനിക്കറിയാം ഈ ഞായറാഴ്ച നിങ്ങൾക്ക് അത്യാവശ്യം കമ്പിളിയൊക്കെ പുതച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ദിവസമാണ് ഈ പുലർകാലം എന്ന് പറയുന്നത്. ആ സമയത്താണ് കുട്ടികളുടെ കൈകളും പിടിച്ച് നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്നത്. പേരൻസിനോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ 24 എന്നും ഉണ്ടാകും. ഫ്ലവേഴ്സും നിങ്ങളുടെ കൂടെ 24 കണക്റ്റിൻ്റെ കുടയുമായി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള യാത്രയായിരിക്കും ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ തിരൂറിലെ ഈ ഓർമ്മകൾ ഞങ്ങളെന്നും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും.
24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം. ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ദീപക്, എപ്പോഴാണ് സമ്മേളനം തുടങ്ങുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്താ പ്രശ്നമായി? വലിയ ഉദ്യോഗസ്ഥയൊക്കെ ആവണ്ടല്ലേ? മോളെ സ്കൂളിലാ? പ്രസന്റേഷൻ പെരിന്തൽമണ്ണ. പറഞ്ഞു. പ്രസന്റേഷൻ. ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ഏതാണ്ട് മരിച്ച വീട്ടിലെന്തോ പോയോലിരിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് സന്തോഷം ഒന്ന് കൈയടിച്ചേ. ആ, അപ്പൊ അതാ കളി. ഒന്നുകൂടെ കൈയടിച്ചേ. കൈയടിക്കും കുട്ടികളെ. ആ, കൈയടിക്കും. ഓക്കെ. അല്ല, അതായത് എല്ലാ കുട്ടികളും A+ നേടിയിരിക്കുകയാണ്. അപ്പോൾ A+ ഒക്കെ വലിയ സംഭവം കേട്ടോ. അല്ല, അതായത് മാക്കി വെച്ചോ മോളെ. A+ കിട്ടി എന്നറിഞ്ഞപ്പോൾ മോക്ക് എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷം. തുള്ളിച്ചാടാൻ തോന്നിയോ? പിന്നെ മോള് ചാടിയോ? എന്താ പേര്? അഭിരാമി. ഇപ്പൊ എന്താ തോന്നുന്നു മോൾക്ക്? ഇപ്പോഴും ഭയങ്കര സന്തോഷം. ആ, മോളുടെ പേരെന്താ? വൈഗ. ഓക്കെ, മോന്റെ പേരോ? അലൻ. ഇത് സന്തോഷമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? A+ കിട്ടിയിൽ സന്തോഷമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കൂ. ആരെങ്കിലും സന്തോഷം, അവർക്കിപ്പോൾ സന്തോഷം കൊടുക്കാനുള്ള ഒരു പരിപാടി എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടോ? നിങ്ങൾ കൊള്ളാം എന്തായാലും കേട്ടോ. നിങ്ങൾ തിരൂരുകാർ അല്ലേ? തിരൂർ എവിടെയാ മോളുടെ പേര്? തിരൂര്. മോളുടെ പേരോ? മോളെ ക്ലാസ്സിലാ? ഞാൻ 10th കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞോ? അതുകൊണ്ടല്ലേ A+ കിട്ടിയത്. ഓക്കെ, മോളെ സ്കൂളാ? ഗേൾസ്. ഗേൾസ് ഏത്? പൊന്നാനി ഗേൾസ്. പൊന്നാനിക്കാരാ? ആ, പൊന്നാനിക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പൊന്നാനി ഒന്ന് കൈ വെക്കേ. പൊന്നാനി, തിരൂര്, ആ എല്ലാവരും ഉണ്ടല്ലോ. ആ, ഓക്കെ, താങ്ക് യു. മോളുടെ പേരെന്താ? ജസ്ലിയ. മോൾക്കേ A+ ഒക്കെ കിട്ടിയ വലിയ മിടുക്കിയായിട്ട് നടക്കുമല്ലേ? ഓക്കെ, കൊടയൊക്കെ പിടിച്ച് നടക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലായിരിക്കും. ഞാൻ A+ ഒക്കെ നേടി. ഇത് എന്തുവാ നാട്ടുകാര്? എവിടാ വീട്? ഇവിടെ തന്നെ അടുത്താ. ഇനി എന്തുവാ മോളെ ആഗ്രഹം? എന്താ പഠിക്കാൻ പോണോ മോക്ക്? സയൻസ്. എവിടെയാ? ബോയ്സിൽ. ഈ മോള് പേടിച്ചു. മൈക്ക് അങ്ങോട്ട് വരും. മോള് പ്രാർത്ഥിച്ചു പോയി കേട്ടോ, ഇങ്ങോട്ട് വരല്ലേ ഈ മൈക്കും കൊണ്ട് അല്ലേ? മോളുടെ പേരെന്താ? മലീഹ. ആ, മോളെ സ്ഥലം? ചമ്രോട്ടം. ചമ്രോട്ടക്കാരിയാണ്. അപ്പൊ ഇനി എന്താ പരിപാടി? +1. ആ, മോള് നിശ്വ. ആ, ഇതിലെ ആരെങ്കിലും ഈ +1 അതായത് A+ നേടിയതിനു ശേഷം പഠിത്തം നിർത്തുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിർത്തുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യം പരിശോധിച്ച് നമ്മൾ അവരെ തുടരാൻ അനുവദിക്കും. ഇതിൽ സാധാരണ ഈ IAS പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ IAS പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവരൊന്ന് കൈപൊക്കിയേ. 2 പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ജില്ലയ്ക്കൊക്കെ കളക്ടർ കാണത്തില്ലല്ലോ. 2 കളക്ടർമാർ മതിയോ? ഒന്ന് കൈപൊക്കിയേ. IAS, IFS ആരുമില്ല. IPS, തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, അതിനൊന്നും ആളില്ലല്ലേ? ഓക്കെ, വില്ലേജ് ഓഫീസർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അറിയോ? ഓക്കെ, മോളെ മൈക്കൊന്ന് വെച്ചേ. മോളുടെ പേര്? മോള് ഇതിൽ പാട്ട് പാടുന്നവരുണ്ട്? ഒന്ന് പാടിയ മോളെ. ആ, A+ന്റെ പാട്ട് നീ കേൾക്കാൻ നമുക്ക്. പേരെന്താ മോളെ? ആ, മോള് പാട്ടുകാരിയാണോ? ചെറുതായിട്ട്. വലുതായിട്ട് പഠിക്കും. ഇപ്പൊ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? എവിടെയാ സ്ഥലം? എവിടെയാ? അപ്പോൾ ഒന്ന് മോളൊന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് കാണട്ടെ ഈ പാട്ടുകാരി. എല്ലാവരും ഈ പാട്ടുകാരിക്ക് ഒന്ന് കൈയടിച്ചു കൊടുക്കൂ. ഇപ്പൊ പാടുമോ? ഓ, എണീക്ക് മോൾ. നല്ലൊരു മാപ്പിള പാട്ട് പാടും മോളെ. ആ, ഞാനിവിടെ വേണമെങ്കിൽ ചേർന്ന് പാടത്തില്ല. ആ, ഓക്കെ, റെഡി, പാടിക്കോ മോള്. ജീഖം തങ്കം പാടി മലബാറിൽ പണ്ടാകണം വെള്ളുടൽ പാട്ട പാടി കൂടെ ഗമജക പടം കൊടുമിരണ്ടാരും മുറക്കാരമില്ല ബെരിനിരക്കി ബെരിര പേരി ബെരിനിരക്കി ബെരിര പേരി ഉകം മനസകം പകച്ചിനെ തുള്ളും വെള്ളക്കാരുഗന്തുൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നന്നായി. മോൾ എന്നോടത് വൈരാഗ്യത്തിരിക്കുകയാണോ? അല്ല, വൈരാഗ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ കണ്ടൊരു IAS ഉണ്ടായിരുന്നല്ലോ. ആ, ഇയാളാണോ IAS? വേണേ എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഒരു IAS കാണിച്ചു തരാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ.
ആയിട്ടില്ല, ആവുമ്പോ കാണാം. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടറുമായി 24-ലെ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന അഭിമുഖമാണ്. എടാ കുട്ട, നിനക്ക് ജില്ലാ കളക്ടറായ എന്തോ കുഴപ്പം? പിന്നെന്തോ കുഴപ്പം? എനിക്കാണോ കുഴപ്പം? ഇരിക്കുന്നു അവിടെ. എന്താ മോളുടെ പേര്? നന്ദിനി. മോളെ ഇപ്പോൾ A+ ഫുള്ള് കിട്ടിയ ആൾക്കാർക്കൊക്കെ അഡ്മിഷൻ കിട്ടും. എന്നാൽ കുറേ ആൾക്കാർക്ക് +1 പ്രവേശനം കിട്ടത്തില്ലെന്നൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. മോൾ അറിഞ്ഞായിരുന്നോ? സീറ്റ് കുറവാന്നൊക്കെ പറയുന്നു മലബാറിൽ. മോൾ അറിഞ്ഞോ അത്? മോൻ അറിഞ്ഞോ? എന്തോ നിങ്ങളുടെ അഭിപ്രായം? കൂട്ടുകാരൊക്കെ അഡ്മിഷൻ കിട്ടാൻ കോഴിക്കോട്ടാണോ? കോഴിക്കോട്. ഓക്കെ, സ്പോർട്സ് കോട്ടയാണല്ലേ? മോൻ എന്തിനാ കളി? ഫെൻസിങ്. ഫെൻസിങ്. വാൾപ്പയറ്റാണോ? ചെറുതായിട്ട്. ഇവനാള് പുലിയാകട്ടോ. ഇവൻ വാൾപ്പയറ്റിന്റെ ആളാണ്. ഓക്കെ, എവിടാ വീട്? എടവണ്ണപ്പാറ. ഓക്കെ, അപ്പൊ നമുക്ക് ഒളിമ്പിക്സിൽ പോണ്ടേ? പോവണം, അങ്ങോട്ട് വെറുതെ കയറ്റൂലേ. ഓക്കെ, അപ്പൊ താർത്തോളണം. അപ്പൊ സഹോദരന്മാരൊക്കെ എന്താ പേര്? എമിൽ. ഓക്കെ, മോന്റെ പേരോ? നവനീത്. ബിലാൽ. ഓക്കെ, സന്തോഷം. നിങ്ങൾ എവിടെയാ? വെങ്കടേഷ് കുമാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ IAS കടക്കാനോ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ മോനെ? ഫോറൻസിക്. പേരെന്താ? ഇസാൻ. ഓക്കെ, മോന്റെ പേരോ? ഷാമിൽ. ഓക്കെ, മോനെ മൈക്കൊന്ന് വാങ്ങിച്ചോ. മോനെ ഈ മൈക്കൊന്ന് വാങ്ങിച്ചോ, ഭയങ്കര മൈക്കായത്. എന്താ പേര്? ശ്രീരാഗ്. പേര്? ശ്രീരാഗ്. ഇവിടെ ശ്രീരാഗന്മാർ കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പരിപാടി ഇനി? +1 സയൻസ് എടുത്തിട്ട് സയൻസ് കിട്ടണം, അല്ലാതെ കിട്ടും, സയൻസ് കിട്ടും. അപ്പോൾ മോനെ കുട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങൾ? നിങ്ങളെന്തുകൂടെ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കാറ്. എന്താ പേര്? നീ കുളിച്ചില്ലേ രാവിലെ? കുളിച്ച്. ഓക്കെ ഓക്കെ. ഇവിടെ എല്ലാവരും സയൻസ് പഠിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്താ കാര്യം? ഇപ്പോൾ കൊമേഴ്സൊക്കെ പഠിക്കാൻ ആൾ വേണ്ടേ? കൊമേഴ്സിനും ആൾക്കാരുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതല്ല ഞാൻ എടുക്കുക. ഏതാ, സയൻസ് ആണോ? ഈ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ ആരാ ഇതിനകത്തുള്ളത്? കൈപൊക്കിയേ. കണ്ട, കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്. മോനെ ഏതാ പഠിക്കാൻ പോകുന്നത്? സയൻസ്. മോൻ്റെ ജീവിതത്തിലെ സ്വപ്നം എന്തുവാ? ISRO. കണ്ട, അവനെ ISRO സാറ്റലൈറ്റ് വിടുവോ? നമുക്ക് 2 സാറ്റലൈറ്റ് വിടി വരും കേട്ടോ. ഇപ്പോഴേ ഞാൻ കൊട്ടേഷൻ തന്നേക്കാം. മോൻ്റെ പേരെന്താ? സൂര്യ. മോനെ വീട് എവിടെയാ? വീട് വളാഞ്ചേരി. ഓക്കെ. എന്നെ ഇവിടെ വെച്ച് ഞെരുക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് നടക്കാൻ വയ്യാതിരിക്കുക. പേര് പറയാം മോനെ. എൻ്റെ പേര് ശ്രീദേവ്. ഗൗതം. എന്തുകൂടെ ഈ സഞ്ചിയിലുള്ളത്? ഒന്നുമില്ല. തട്ടിയിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കണേ. ആദിത്യൻ. ഇനിയിപ്പോൾ നിങ്ങളെല്ലാം ഒരുപാട് പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിച്ചാണ്. സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് ഫുൾ A+ കിട്ടിയ കുട്ടികളത് കൈവയ്ക്കുകയെ. അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ നല്ല സ്കൂളുകളാണെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതിനിടയ്ക്കൂടെ നടക്കുന്നതൊക്കെ വലിയ പാട് തന്നെ ഉണ്ട്. മോളുടെ പേരെന്താ? മോളിനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞങ്ങൾ താനൂര് അല്ലേ? അപ്പോൾ ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നുണ്ടല്ലോ. മോൾക്ക് ഫുൾ A+ കിട്ടിയെന്ന് അറിഞ്ഞു. അപ്പോൾ എന്താ തോന്നിയത്? വളരെ സന്തോഷം. അയൽക്കാരോടൊക്കെ വിളിച്ച് പറഞ്ഞോ? ഓക്കെ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ദുബായിലാണ്. അവിടെ വിളിച്ച് പറഞ്ഞോ? ഇല്ല, ഇപ്പോൾ കണ്ടു കാണും മിക്കവാറും. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ പാട്ട് പാടുന്ന ആരാ ഇവിടെ ഉള്ളത്? മോള് പാട്ട് പാടുവോ? മിമിക്രി, മിമിക്രി, കയ്യാങ്കളി ഇതൊക്കെ ഉള്ളവരാരാ? ഇടിക്കെങ്കിലും ചെയ്യുന്നവർ പാട്ട് പാടുവോ? ധൈര്യത്തോട് ഞാൻ പാട്ട് പാടും എന്ന് ധൈര്യത്തോട് പറയാൻ പറ്റുന്ന ആരാ? ഇപ്പം നിങ്ങളെ തത്സമയം ആൾക്കാർ കണ്ടുകൊണ്ട് ആരുണ്ട്? മോളുണ്ട് എങ്കിൽ മോളെ പെട്ടിയൊക്കെ കൊണ്ട് വെച്ച് ഞാൻ വേണേൽ പിടിച്ചോളാം മോളുടെ പെട്ടിയെല്ലാം. വേണ്ടല്ലേ? ഓക്കെ, അല്ല സൂപ്പറായിട്ട്. ഇവിടെ കൗശിക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു പാട്ടുകാരനുണ്ട്. അവൻ ഈ പാട്ട് കുറച്ച് കാലത്ത് എങ്ങനെയാണ് പാടുന്നതെന്ന് അറിയത്തില്ല. അവനൊന്ന് പഠിക്കട്ടെ കേട്ടോ. മോളുടെ സ്ഥലം എവിടെയാ? തിരൂര്. പേര്? ലക്ഷ്മി നന്ദന. ഈ വേദിയിൽ നിൽക്കുന്ന ഈ അവതാരകരൊക്കെ അറിയാമോ? കൗശിക്കിനെ ഒന്ന് പാട്ട് പഠിപ്പിച്ചാലോ നമുക്ക്? ഓക്കെ. കൗശിക്, ബി കെയർഫുൾ കേട്ടോ, പാട്ട് വരുന്നു. പാടിക്കും മോളെ, പാടിക്കും. ഏത് പാട്ടാണ് പാടുന്നത് മോള്? മോൾക്ക് ഇഷ്ടമുള്ള പാട്ട്? ശരി. നമ്മുടെ ഓർക്കസ്ട്ര ഉണ്ട് സ്റ്റേജിൽ, അവരോടൊന്ന് പറഞ്ഞ് മോളത് പാടിക്കോ. അവരെ കൂടെ വായിച്ചോളും, കുഴപ്പമില്ല. മോളത് നോക്കണ്ട. ഇനിയുള്ളിനുള്ളിൽ നീലരാവില നറുവെള്ളിത്തിങ്കൾ നാളമായിടാ. നിങ്ങളൊന്ന് കൈയടിച്ചു കൊടുക്കൂ കൗശിക്. മഴതുള്ളിച്ചാടും പോങ്കിനാവിലെ
പുള്ളിക്കുയിലിൻ നീണമായിടാ അടുത്തൊരു മായ ചിരി തൂക്കി തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായ ചിരി തൂക്കി തൊടുത്തൊരു പൂവില്ലേ ഓരോരോ നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകെയും ഇന്നൊരു മാമയിലാടണ പൂവനിയാക്കി ാരുടെ പാട്ടില് മോഹന ഓക്കെ, താങ്ക് യു മോളെ. മോളെ ഈ കൗശികിന് ഇപ്പം പാട്ട് ശരിക്കും മനസ്സിലായി തോന്നുന്നു. കൗശികേ, ഓ, എന്താ സാർ? ഈ മോൾക്ക് വേണ്ടി ഒരു പല്ലവി പാടി കൊടുത്താലോ? പിന്നെ അടിപൊളി പാട്ട്. ശരി.